അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നല്ല രസം. ഓഗസ്റ്റ് കുറച്ച് എന്താ പറയുക, ഹാർഡ് ഹിറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയൊരു ഫിലിമാണ്. വളരെ റിയൽ ആയ ഒരു സിനിമയാണ്. ഞാൻ അവിടെ പറയുമായിരുന്നു, എനിക്ക് ഈ റിയൽ ആയിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഞാൻ ഫാന്റസി ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുള്ളി സ്ത്രീകളുടെ, അത് അമ്മയായാലും മരുമോളായാലും മോളായാലും അവരുടെയൊക്കെ ഒരു പെർട്ടിക്കുലർ ത്രെഡിൽ വരുന്ന ഇമോഷൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് തിങ്സ് ആർ അഭിനയം. ഐ തിങ്ക് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ സം ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആക്ടേഴ്സ് വരുന്നുണ്ട്. അത് ഋഷിശിൻ പാർവതി മാത്രമല്ല, ബാക്കി എല്ലാ കാസ്റ്റും എവറി ആക്ടേഴ്സ് ഹാസ് ഡൺ ബ്രില്യൻറ്റ് ജോബ്. Obviously, ഞാൻ കരയൻ സാറിനോട് കണ്ട് വളരെ ഇംപ്രസ് ആയ ഒരാളാണ്. സോ the director has done a fantastic job. Everything is really, പക്ഷേ like I said, it's a very real film. പക്ഷെ ഞാനിപ്പോൾ ഈ ഉൾവഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇമോഷണലായി കരഞ്ഞിട്ട് ഇയാൾ എല്ലാവരും സിനിമ കാണണം. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ആണ്. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഇമോഷൻ ഒന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി പാഠപുസ്തകത്തെ പറ്റി എന്താ തോന്നുന്നത്? ആക്ടിങ് സ്കൂൾ ഒന്ന് കാണാൻ, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്. വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചേച്ചിയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചേച്ചി അത് പ്രൂവ് ചെയ്യാണ്. അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ചേച്ചീനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു സാധനം. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു പെർഫോമൻസ് ചേച്ചി ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞത് അത് ആക്ടേഴ്സ് കണ്ട് പഠിക്കേണ്ട മാസ്റ്റർ ക്ലാസ് ആണെന്ന് പറയുന്നത്. ചേച്ചിയുടെ പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ് ആണ്, ലിറ്ററലി മാസ്റ്റർ ക്ലാസ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ആളുകൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഒരു സംവിധായകൻ എന്ത് പറയാൻ അവൻ ആഗ്രഹിച്ചു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടാണ് സിനിമ നടക്കുന്നതിന് മുമ്പ്. പക്ഷെ ഭയങ്കര ഇൻറ്റൻസ് ആണ് സിനിമ. ഭയങ്കര ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർവതീനെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറയുന്ന പ്രശാന്ത് മൈൻഡ് ബ്ലോയിങ് ആണ്. അർജുൻ, അങ്ങനെ ഒരു 4-5 ഗുഡ് ആക്ടേഴ്സും കിടിലൻ സ്ക്രിപ്റ്റും പെർഫോമൻസസും ഭയങ്കര പരിപാടിയാണ്. അതായത് ഈ സിനിമയ്ക്ക് വേണ്ട ഒരു പേസ് ഉണ്ട്. ആ പേസിലെ സിനിമ പോയിട്ടുള്ളൂ. പക്ഷേ നമ്മളെ ഈ പെർഫോമേഴ്സ് തകർന്നു. ഉർവശി മാമിന്റെ പെർഫോമൻസ്, പാർവതി മാമിനെ ഈ സിനിമയിൽ കണ്ടാലും ആളുടെ മുന്നേ സിനിമകളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ സിനിമയിൽ ഭയങ്കര ഇമോഷണലാണ്. ആളുടെ ക്യാരക്ടർ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈസ് ചെയ്യാൻ തോന്നും. തിയേറ്ററിൽ തന്നെ കാണും. ടീമിനെ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. ഇത്ര റീജിയണലായിട്ട് അറിയിക്കുമ്പോഴും ആ സിനിമ ലോകം മുഴുവൻ സംസാരിക്കുന്ന, എല്ലാ നാട്ടിലെ പ്രദേശങ്ങളോടും എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ അവസാനം ഉർവശി ചേച്ചിയും പാർവതിയും കൂടി ഒരുമിച്ച് ഒരു തോണിയിലിരുന്ന് പോകുന്നൊരു ഷോട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ കൈയടിക്കുകയാണ്. അതൊക്കെ തന്നെയല്ലേ നമ്മളെല്ലാവരും സ്വപ്നം കാണേണ്ട സിനിമ? കാണുമോ? അന്ന് കാണുക. നമ്മളത് ഇപ്പോഴേ പറയണല്ലോ. സിനിമ കാണുമ്പോൾ എന്താ അനുഭവിക്കണമെന്ന് ഞാൻ പറയണില്ല.